നമ്മൾ മൂന്നാറിലേക്ക് വരികയാണെങ്കിൽ മൂന്നാറിനോട് അടുക്കുമ്പോൾ തന്നെ റോഡിൻ്റെ ഇരു സൈഡുകളും ധാരാളം കാണാൻ സാധിക്കുന്ന 2 ടൈപ്പ് ഷോപ്പുകളുണ്ട്. അതിൽ ഒന്ന് സ്പൈസസിൻ്റെയൊക്കെയാണ്, പിന്നെ രണ്ടാമത് കാണുന്നത് ചോക്ലേറ്റ് ഫാക്ടറികളാണ് കേട്ടോ. ധാരാളം ചോക്ലേറ്റ് ഫാക്ടറികൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി അത്യാവശ്യം റിവ്യൂ ഉണ്ട്, പിന്നെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത് വെച്ച് നോക്കിയപ്പോൾ മക്കോഫൻ നമ്മളങ്ങനെ സെലക്ട് ചെയ്യുക ചെയ്തത് കേട്ടോ. അങ്ങനെ അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും കാണാൻ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മേടിക്കാമെന്നും പറഞ്ഞ് നമ്മളിവിടെ എത്തിയതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന നമുക്കൊരു ഗ്ലാസ്, ഇപ്പോൾ ഞങ്ങൾ കണ്ടു കാണുമല്ലോ, അതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കാണാനേ സാധിക്കത്തുള്ളൂ. അകത്തിട്ടപ്പം പല യൂട്യൂബേഴ്സും എടുത്ത പോലെ അതിൻ്റെ ഉള്ളിൽ ഇവട്ടൊപ്പം നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറത്ത് നിന്നിങ്ങനെ അവരുണ്ടാക്കുന്നത് മിക്സ് ചെയ്യുന്നത്, പിന്നെ ഓരോ മോൾഡിലാക്കുന്നത്, അതിനകത്തുള്ള നട്ട്സും ഇതൊക്കെ ഫില്ല് ചെയ്യുന്നു, പിന്നെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിനകത്ത് അത് തണുപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ആ മോൾഡിൽ നിന്ന് തട്ടിയെടുത്ത് ട്രേയിലാക്കി കൗണ്ടറിലായിട്ട് കൊണ്ടുപോകുന്നു. അതൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയ ചോക്ലേറ്റുകൾ ഇവിടെ ധാരാളം കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തരുന്നുണ്ട് കേട്ടോ. നട്ട്സിൻ്റെ ആയാലും ഫ്രൂട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ചോക്ലേറ്റുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ്, പിന്നെ ജെല്ലികളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ യെല്ലോ കളറിലെ ജെല്ലി മാത്രമേ ഉള്ളായിരുന്നു, അല്ലാത്തപ്പോൾ ഓറഞ്ചും അങ്ങനെ പല കളറുകളും കൂടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ജെല്ലിയും ചോക്ലേറ്റൊക്കെ നമുക്ക് തിന്നാൻ തരും. ഇഷ്ടപ്പെട്ട ടേസ്റ്റ് നോക്കി ഇഷ്ടപ്പെട്ട എന്തായാലും നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ എന്തായാലും ചോക്ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയാൽ പിന്നെ എന്തായാലും മേടിച്ചിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ നട്ട്സ് ഫില്ല് ചെയ്തതും അതുപോലെ ഫ്രൂട്ട് ഫില്ല് ചെയ്തായിട്ടുള്ള ചോക്ലേറ്റിൽ മിക്സ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ അവർ തരുന്നതാണ്. അപ്പോൾ നമ്മളത് ഓർഡർ കൊടുത്തതിന് ശേഷം അവർ അത് പാക്ക് ചെയ്ത് ഇൻഡിവിജ്വൽ ചോക്ലേറ്റ് ഓരോ അലുമിനിയം ഫോയിൽ പേപ്പറിനകത്ത് പാക്ക് ചെയ്തിട്ടാണ് തരുന്നത്. അത് പാക്ക് ചെയ്യുമ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും. ആ ടൈം കൊണ്ട് നമ്മൾ അതിൻ്റെ മേളിലും കൂടെ കയറി മേളിൽ വന്ന് താഴോട്ട് നോക്കിയപ്പോഴാണ് കിടക്കുന്ന തിരക്ക് നമുക്ക് മനസ്സിലാകുക കേട്ടോ. വണ്ടികളുടെ പാർക്കിംഗ് ഇതുപോലെ അകത്ത് ഭയങ്കര ഇടിയുമായിരുന്നു. ഇപ്പം ഞങ്ങൾ ലാസ്റ്റ് മേളിൽ പോയി താഴെ ഇറങ്ങിയപ്പോഴും കുറച്ച് തിരക്ക് കുറഞ്ഞെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണേ.